ഹേ ഗായ്സ്, ഇറ്റ്സ് മീ മൂഡ് ഓഫ് ബോയ്. ഇന്ന് നമ്മൾ എന്താ പറയുക, കണ്ണപ്പ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ട് ഞാൻ ഇപ്പോൾ എത്തിയുള്ളൂ കേട്ടോ. റോന്ത് സിനിമ കണ്ടിട്ട് വന്നുള്ളൂ. അപ്പം ഞാൻ ലേറ്റായി സിനിമ കണ്ടപ്പോൾ. ഇന്നലെ റിലീസ്. അപ്പോൾ എന്തൊക്കെയായാലും കണ്ണപ്പയുടെ ട്രെയിലർ ഇറങ്ങിയിട്ട് എന്താവോ. എന്തായാലും ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഏകദേശം 2 മിനിറ്റ് 55 മിനിറ്റ്, ഏകദേശം 3 മിനിറ്റിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. ഓക്കെ. അത് വെറും കല്ല, അത് കല്ല. വായുലിംഗത്തെയും തിന്നനെയും ആ ഗ്രാമത്തെയും തകർത്ത് തരിപ്പണമാക്കി ആ വായുലിംഗത്തെ ഇവിടേക്ക് കൊണ്ടുവരും. ആ തിന്നൻ സാധാരണക്കാരനല്ല. അവനെ താണ്ടി വായുലിംഗത്തിനടുത്തെത്തുന്നത് അസാധ്യം. വായുലിംഗത്തിന്റെ മേൽ ദുഷ്ടന്മാരുടെ ദൃഷ്ടിപ്പെട്ടിട്ടുണ്ട്. ഈ വായുലിംഗ രഹസ്യം സംരക്ഷിക്കാൻ എന്റെ പ്രാണനാൽ ഉറപ്പ് നൽകുന്നു. ഇനി ഒരു കുഞ്ഞിന് പോലും ഈ ഗ്രാമത്തിൽ അപകടം സംഭവിക്കില്ല. ഇതെന്റെ വാക്ക്, തിന്നന്റെ വാക്ക്. ശിവനെ കല്ലെന്ന് പറയുന്നു. കല്ലിനെ കല്ലെന്ന് പറയാതെ വേറെന്ത് പറയാനാ? പറയുന്നത് കേൾക്കാത്ത ആളുകളോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ദൈവത്തെ ധിക്കരിക്കുന്നവർക്കും മുതിർന്നവരുടെ വാക്കിനെ വിലപ്പെടുത്താത്തവർക്കും ഈ നാട്ടിൽ മറ്റേ വൃത്തിയൊക്കെ ഉണ്ട് ഇതില്. നമുക്ക് നോക്കാം. ലാലേട്ടൻ ഉണ്ടാവോ? കാലമില്ല. സത്യത്തിൽ ഈ കല്ല് കാട്ടിക്കൊണ്ട് കളഞ്ഞാൽ നിന്റെ ഭ്രാന്ത് മാറും. ഇതിന് കുത്തിക്കുറിപ്പെന്ന് പറയല്ലേ. ഇങ്ങനെ ഒരാൾ അങ്ങയുടെ നല്ല ഭക്തനാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ദേവിയെ പോലെ ഞാനും ആ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. രുദ്ര, ആരാ നീ? ആ മുതിർന്നവരെക്കാൾ മുതിർന്നവൻ ഞാനാ. എന്നേക്കാൾ വലിയ ശോഭത്തനം ഈ സൃഷ്ടിയിലുണ്ടാവില്ല. എന്തൊക്കെയാ ഞാൻ കരുതിയിരുന്നത്? നീയും നിന്റെ ദൈവവും കൂട്ടുകള്ളന്മാർ തന്നെ. ശിവ എന്ന് നീ മനസ്സുരുകി വിളിക്കേ. അത് ഈ ജന്മത്തെ നടക്കില്ല. നീ അത്രയ്ക്ക് സാമർഥ്യശാലിയോ? അസ്ത്രവിദ്യയിൽ നിന്നേക്കാൾ കേമനുണ്ടെന്നറിഞ്ഞ് സഹിക്കാൻ കഴിയാതെ അവന്റെ തള്ളവിരൽ ഛേദിപ്പിച്ചത് നീയല്ലേ? പൊയ്ക്കോളൂ ഇവിടുന്ന്, വേഗം പൊയ്ക്കോ. ഇനി ഞാൻ നിന്നെ വിട്ടു പോവില്ല. ഇതെന്റെ വാക്ക്, തിന്നന്റെ വാക്ക്. ശിവലീല. മുകേഷ് കുമാർ സിംഗ് ആണ് കേട്ടോ ഡയറക്ടർ. അപ്പം ഈ സിനിമയെ പറ്റി പറയാനുള്ളത്, ഇത് എന്താവും എന്താവില്ല എന്നൊക്കെ ആർക്കും പറയാൻ പറ്റില്ല. ഈ സിനിമ കണ്ടിട്ട് എനിക്ക് യാതൊരുവിധ ഇൻട്രസ്റ്റിങ്ങും പരിപാടിയായിട്ടൊന്നും തോന്നുന്നില്ല. പറ്റാണെങ്കിൽ പോയി കാണാം. ഇത് എപ്പോഴാണ് റിലീസ് ഞാൻ അറിയില്ല കേട്ടോ. കാണിച്ചോ ഇത്? കണ്ടില്ല. എന്തെങ്കിലും ആവട്ടെ. ഇത് എന്തൊക്കെ പരിപാടിയാക്കും, എന്തൊക്കെയുണ്ട്, എന്തൊക്കെ ആവുന്നൊന്നും യാതൊരുവിധ ഇല്ല. ഇത് മറ്റേ പ്രീതിയോ എന്നിട്ട് പുള്ളിക്കാരിൻ്റെ പേരെന്തായിരുന്നു, മറ്റേ ആസക്കൂട പാട്ടിലത്തെ നായിക അല്ല പെണ്ണും ഉണ്ട് ഇതിൽ. നോക്കട്ടെ കേട്ടോ. പ്രീതി മുകുന്ദൻ, പിന്നെ ശരത് കുമാർ, മോഹൻലാൽ, നമ്മുടെ ലാലേട്ടൻ, പ്രഭാസ്, എന്തൊക്കെയൊക്കെയോ എന്തോ ഒരു ഇൻട്രസ്റ്റിംഗ് ഇല്ല. ഒരു മാതിരി ശിവഭക്തൻ്റെ കഥയാണ്, വിഷ്ണു മഞ്ജു പരിപാടി. എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല കേസ്. ഇത് പക്ഷെ ട്രെയിലർ യാതൊരുവിധ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്കൊരു ഒന്നും തോന്നുന്നില്ല കേട്ടോ. പടം ഇറങ്ങിയാലാണ് പറയാൻ പറ്റും. പക്ഷെ എനിക്ക് യാതൊരുവിധ ഇൻട്രസ്റ്റിങ്ങും ആ ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് പോയാൽ മതി, അത് തിരിച്ചും കിട്ടും. അയ്യോ, നമ്മളെ ലാലേട്ടനാണെങ്കിൽ അതിൽ പെട്ടു ചെയ്തല്ലോ ഈശ്വര.
ഞാൻ അതാലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. പ്രവാസം ഒക്കെ ഉണ്ട്. അപ്പം ഞാനിത് ആലോചിച്ചത് എൻ്റെ പൊന്നി ഇതെന്താവും, യാതൊരു വിധ പിടിയില്ല. ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല ട്രെയിലർ. ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റിയും പരിപാടികളൊക്കെ. അപ്പോൾ എന്തൊക്കെയായാലും ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇത്രേ ഉള്ളൂ ഗേസ്. അപ്പോൾ ഗേസ് ബൈ ബൈ.